ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ കബറടക്കം ഇന്നാണ്. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ ഇന്ന് രാവിലെ 8:30 മണിക്കാണ് കബറടക്കം. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ LDF, UDF, NDA ഹർത്താൽ ഇന്ന് ആചരിക്കുന്നുണ്ട്. ഇതിനിടെ മരിച്ച അമറിൻ്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ തുകയുടെ ആദ്യ ഗഡു ഇന്ന് കൈമാറാൻ സാധ്യതയുണ്ട്. കൊല്ലപ്പെട്ട അമർ ഇലാഹി നേരിട്ടത് ക്രൂരമായ ആക്രമണമെന്ന് രക്ഷപ്പെട്ട മൻസൂർ പറഞ്ഞു. കാട്ടാന വന്നതിന് പിന്നാലെ കാട്ടിലേക്ക് ഓടി ഒളിക്കുകയായിരുന്നു താനെന്നും മൻസൂർ പറയുന്നു. രാഹുൽ വിജയൻ മുള്ളരിങ്ങാട് നിന്ന് നമുക്കൊപ്പം ചേരും. അതേപോലെ കാട്ടാനാക്രമണം ഉണ്ടായ വനത്തിന് സമീപത്ത് നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം രാഹുൽ വിജയനിലേക്ക്. രാഹുൽ, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. രാഹുൽ വിജയൻ, എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ? എന്തായാലും വളരെ ഷോക്കിംഗ്. ഇതേപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നു എന്നത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ, ഒരു മാസത്തിനിടെ 3 പേരാണ് കാട്ടാന ആക്രമണത്തിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ മരിച്ചത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു കണക്ക്. ഇന്നലെ വൈകിട്ട് 3:30 അമർ ഇലാഹിക്ക് കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി പരിക്കേറ്റത്. ഉടൻ തന്നെ അദ്ദേഹത്തെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമർ ഇലാഹിയുടെ വീട്ടിലാണ്. നിലവിൽ ഇവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. 8 മണിയോടുകൂടി ഖബറടക്കത്തിനുള്ള നടപടി ഉണ്ടാകും. അതിനോട് വേണ്ടി മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഈ സംഭവത്തിലുണ്ട്, നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണം അതിരൂക്ഷമാണ്. പലതവണ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നടപടി വൈകി എന്നുള്ളൊരു ആക്ഷേപവും പരാതിയും നാട്ടുകാർക്കുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തിന് സമീപം, അതായത് ജനവാസ മേഖല അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അതായത് റിസർവ് ഫോറസ്റ്റ് ആണ്. അതിനോട് ചേർന്നാണ് ജനവാസ മേഖല തുടങ്ങുന്നത്. ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്താതിരിക്കാൻ വേണ്ടി നാട്ടുകാർ തന്നെ പണം മുടക്കി ഒരു ഫെൻസിംഗ് ഒക്കെ ഈ പ്രദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ ചെയ്തു. അതുകൊണ്ടൊരു ചെറിയ ആശ്വാസം ഈ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് 3:30 ഈ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്ത് കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാൻ വേണ്ടി അമർ ഇലാഹിയും സുഹൃത്തും കൂടി പോകുന്നത്. അവിടെ എത്തിയപ്പോൾ കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെടുകയായിരുന്നു. അതിനുശേഷം ഈ അമർ ഇലാഹിയുടെ സുഹൃത്ത് മൻസൂറിനും കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അദ്ദേഹം പുറത്തു വന്ന് ആളുകളോട് പറയുമ്പോഴാണ് ഇത്തരത്തിൽ അതിക്രൂരമായി അമറിന് കാട്ടാന ആക്രമണം ഏൽക്കേണ്ടി വന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. നാട്ടുകാരുടൻ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് ചെല്ലുകയും അമറിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനുശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ ആശുപത്രിയിൽ കണ്ടത്. UDFൻ്റെയും LDFൻ്റെയും പ്രതിഷേധം ഈ ആശുപത്രി മോർച്ചറിക്ക് മുൻപിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് നഷ്ടപരിഹാര തുക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു. അതായത് വനത്തിനുള്ളിൽ വെച്ച് ഈ അപകടമുണ്ടായതുകൊണ്ട് വനംവകുപ്പിന് പണം നൽകാൻ കഴിയില്ല എന്ന് വനംവകുപ്പ് അധികൃതർ കൃത്യമായി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് UDFൻ്റെ നേതൃത്വത്തിൽ മോർച്ചറിക്ക് മുൻപിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ മോർച്ചറിക്ക് മുൻപിൽ കുത്തിയിരുന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധമുണ്ടായത്. പിന്നീട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് 4 ലക്ഷവും സർക്കാരിൽ നിന്ന് 6 ലക്ഷവും ചേർത്ത് 10 ലക്ഷം രൂപ ഈ അമറിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന ഉറപ്പിന്മേൽ ആ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഏകദേശം ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി അമറിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും മുള്ളരിങ്ങാടുള്ള ഈ സ്വവസതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് നിലവിൽ അവരുടെ മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലാണ് ഈ ഖബറടക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരുടെ പ്രതിഷേധം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, UDFൻ്റെയും LDFൻ്റെയും NDAയുടെയും ഹർത്താൽ ഇന്ന് വണ്ണപ്പുറം പഞ്ചായത്തിലുണ്ട്, ആഹ്വാനം ചെയ്തിരുന്നു. അത് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. സ്കെയിൽ വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ കാട്ടാനാക്രമണം ഉണ്ടായത് ഈ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ വനത്തിന് സമീപത്താണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് ഉള്ളത്. വിഷ്ണു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനമേഖലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇത്തരം ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ്റെ മരണം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ വനത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഇത് അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. SKN ഈ ജനവാസ മേഖലയും അതോടൊപ്പം തന്നെ റിസർവ് വനവും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഇതൊരു തേക്കിൻകാടാണ്. ഇതിനുശേഷം ഇതിനപ്പുറത്തേക്കാണ് ഈ വനമേഖല ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏകദേശം ഒരു 200 മീറ്റർ ഇപ്പുറത്താണ്. ഇവിടെ ഈ വീടുകളൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഈ കാണുന്ന വീടുകൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു റിസർവ് വനമാണെന്ന് പറയുമ്പോൾ പോലും ഇവിടെ വീടുകളുണ്ട്. അവർ സ്ഥിരമായി ഈ മേഖലകളിലേക്കൊക്കെ സഞ്ചരിക്കുന്നതാണ്. അമറും സ്ഥിരമായി ഈ മേഖലകളിൽ സഞ്ചരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് ഇന്നലെ വൈകിട്ട് അമർ ഈ കാണുന്ന ഈ
വനമേഖലയിലേക്ക് പശുവിനെ അഴിക്കാൻ എന്ന രീതിയിലേക്ക് എത്തിയത്. തുടർന്നാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഇതുവഴി ഒരു വഴി ഒക്കെ ഇവിടെ ഉണ്ട്. ഈ വഴിയാണ് അമർ പോയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അമറിന്റെ സുഹൃത്ത് മൻസൂറും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്ത് ഈ അപകടം സംഭവിച്ചു എന്നാണ് അമറിന്റെ സുഹൃത്ത് മൻസൂർ പറയുന്നത്. അതായത് നേരിട്ടത് അതിക്രൂര ആക്രമണമാണ്. 2 ആനകൾ ഉണ്ടായിരുന്നതായും സംശയിക്കുന്നുണ്ട്. മൻസൂർ ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു എന്നാണ് മൻസൂർ നേരത്തെ PJ ജോസഫ് അവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ അമർ ഈ ആനകളുടെ കാലിന് അവിടെ സമീപത്തായി പോയി ആനകൾ അതിക്രൂരമായി അമറിനെ ആക്രമിച്ചു. മൻസൂർ ആകട്ടെ തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാടിനകത്ത് പതിയിരിഞ്ഞ് പിന്നീട് രക്ഷപ്പെട്ടു പോരുകയാണ്. മൻസൂർ പുറത്തെത്തി ഇക്കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനൊരു മരണം നടന്ന കാര്യം നാട്ടുകാർ പോലും അറിയുന്നത്. അതായത് ഈ മേഖല വരെ നമുക്ക് തുറസായി എല്ലാം കാണാൻ പറ്റുന്ന വനപ്രദേശമാണ്. അതായത് തേക്കിൻ കാടുകൾ മാത്രമാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ വഴി കുറച്ചങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നിബിഡ വനം എന്ന് വിശേഷിപ്പിക്കാവുന്ന മേഖലയാണുള്ളത്. അവിടെ ഈ കഴിഞ്ഞ 4 വർഷമായാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായത്. ഇത് ഈ വനമേഖല ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മേഖലകളിൽ നിന്ന് കാട്ടാന ഈ വീടുകൾ ഇരിക്കുന്ന സമീപത്തേക്ക് എത്തിത്തുടങ്ങിയത് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്കിവിടെ ഒരു ഫെൻസിങ്ങും കാണാൻ ആകുന്നില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമായ കാര്യമാണ്. കാരണം ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഏകദേശം 6ലധികം വീടുകളുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷ എന്ന് ചോദിച്ചാൽ അതിനൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ വനം വകുപ്പ് ഒരുക്കിയിട്ടില്ല. ഒരു ചെറിയ ഫെൻസിംഗ് ഉണ്ട്. ഒരു 200 മീറ്റർ മാത്രം ദൂരമുള്ള ഒരു ചെറിയ ഫെൻസിംഗ് ഉണ്ട്. അതും ഇവിടുത്തെ നാട്ടുകാർ കെട്ടിയതാണ്. പിന്നെ അങ്ങിങ്ങായി 2-3 ഫെൻസിങ്ങുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതും ഇവിടുത്തെ നാട്ടുകാർ പണം പിരിച്ച് അവർ ഗതികേട് കൊണ്ട് 4 വർഷത്തിൽ അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ കൊണ്ട് അവർ കെട്ടിയതാണ്. ഏത് സമയത്തും അവർ ഇത്തരത്തിലൊരു അപകടം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിനെ ചെറുക്കാൻ വനം വകുപ്പ് അവർക്കൊപ്പം ഉണ്ടാകുമെന്നൊരു പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അത് ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ 22കാരനായ അമറിന് ജീവൻ നഷ്ടമായത്. അതിദാരുണമായ സംഭവം. ഇനി ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യമായ ഫെൻസിങ് സ്ഥാപിക്കണം. അതല്ല എങ്കിൽ ഈ അപകടങ്ങൾ തുടർക്കഥയാവും. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ഈ കാട്ടാന ആക്രമിച്ച ശേഷം കുറേ അധികം നേരം അവിടെ നിന്നു. ഏകദേശം വൈകിട്ടോടുകൂടി തിരിച്ചു കയറിപ്പോയി എന്നുള്ളതാണ് ഈ വനംവകുപ്പ് അടക്കം പറയുന്നത്. അതുകൊണ്ട് അത് തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വനംവകുപ്പ് ഈ ഫെൻസിങ് സ്ഥാപിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് വളരെ ശക്തമായി ഉണ്ടാകും. SK വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. കാട്ടാനാക്രമണം ഉണ്ടായ വനം മുള്ളരിങ്ങാട്, അവിടെ നിന്നാണ് വിഷ്ണു നമുക്കൊപ്പം ചേർന്നത്.